ഹായ് എവരിവൺ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ഗദ്യധാരയിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ക്വിക്ക് റിവിഷനും അതിലെ എല്ലാത്തിൻ്റെയും എഴുത്തുകാരെ ഒന്ന് പരിചയപ്പെടലുമാണ് നമ്മൾ ഈ വീഡിയോക്കകത്തൂടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോക്കകത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഹരി ബിന്ദി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഹരി ബിന്ദി പച്ചപ്പൊട്ട് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അത് എഴുതിയിട്ടുള്ളത് ആരാണെന്ന് നോക്കാം. മൃദുല ഗർഗ് ആണ് എഴുതിയിട്ടുള്ളത്. സോ ഫസ്റ്റ് മൃദുല ഗർഗിനെ കുറിച്ച് നോക്കാം. ഉസ്ക ജന്മ 25 ഒക്ടോബർ 1938 में. ഓക്കെ, 25 ഒക്ടോബർ 1938 അവർ ജനിച്ചിട്ടുള്ളത്. നാരിക്ക് മാനസികതയ്ക്ക് ഗുൽത്തി ചാത്തി ഹേ, അതായത് നാരിക്ക് സ്ത്രീകളുടെ മാനസികതയെ തുറന്നു കാണിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇനി അവരുടെ 3 പ്രധാനപ്പെട്ട കൃതികളാണ് പഠിക്കുന്നത്. പ്രസിദ്ധ കൃതിയാം ഏതൊക്കെയാണ്? ഷെഹർ കെ നാം, ഉർഫ് മേ, ഹരി ബിന്ദി. ഇങ്ങനെ 3 നമ്മൾ പഠിച്ചു വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫായിട്ട് എന്തായാലും റൈറ്ററിനെ കുറിച്ചിട്ട് എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചു വെക്കണമെന്ന് നിർബന്ധമായിട്ടും പറയുന്നത്. എങ്കിലേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ പ്ലസ് ടുവിലൊന്നും പഠിച്ചിരുന്ന പോലെയല്ല. പ്ലസ് ടുവിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കവിയെ കുറിച്ചിട്ട് തട്ടിക്കൂട്ടി എഴുതിയിട്ടുണ്ടെങ്കിലും മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്ന സമയത്ത് നമുക്ക് കവിയെ കുറിച്ച് അറിയുന്നേ വേണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കഥയ്ക്കകത്ത് എന്താ പറയുന്നതെന്നുള്ളത് നോക്കാം. ഈ കഥയ്ക്കകത്ത് പറയുന്നത് ഒരു പച്ചപ്പൊട്ട് തൊട്ട് ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇവർ ഇംഗ്ലണ്ടിലാണ് താമസിക്കുന്നത്. അവർ ഭാരതീയരാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അവർക്ക് ഭാരതീയരുടെ ഒരു ശൈലിയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവർക്കൊരു ഭർത്താവുണ്ട്, രാജൻ എന്നാണ് പേര്. ആ രാജൻ എങ്ങോട്ട് വരികയാണ്? ഡൽഹിയിലേക്ക് വരികയാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീഡമാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ രാജൻ പോയ സമയത്ത് ഇവർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. സന്തോഷമല്ല, പക്ഷേ അവർക്കൊരു സമാധാനം, ആശ്വാസം, തന്നെ ആരും കൺട്രോൾ ചെയ്യാനില്ലല്ലോ എന്നുള്ള ആ ഒരു സമാധാനമാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ്? അവർക്കിഷ്ടമുള്ള പോലെ എഴുന്നേൽക്കുന്നു, മെല്ലെ മെല്ലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ അവസാനം ഒരു നീല ഡ്രസ്സ് ഇട്ടിട്ട് അതിലേക്കൊരു വലിയ പച്ച പൊട്ടാണ് ധരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ധരിച്ചുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് അവർ പോകുന്നത് എങ്ങോട്ടേക്കൊന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങുന്നു. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഒരു സെർവൻ്റ് ഉണ്ട് അവർക്ക് അന്ന് ലീവ് കൊടുക്കുന്നു. അങ്ങനെ അവർ പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ജഹാംഗീർ ആർട്ട് ഗാലറിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെയാണ് പോകുന്നത്. അങ്ങനെ അവിടെ പോകുന്നു. ദെൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്നു. റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തണുത്തതും ചൂടുള്ളതും ഒരുമിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഒക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ. രാജനുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കിതൊന്നും നടക്കില്ല. അതുപോലെ എരിവുള്ളതും മധുരമുള്ളതും ഒക്കെയാണ്. എരിവുള്ളതും മധുരമുള്ളതും ഒക്കെ ഒരുമിച്ചാണ് കഴിക്കുന്നത്. ലൈക്ക് ഐസ്ക്രീമും ഒരു സ്നാക്കുമാണ് കഴിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവരൊരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ട്. ആ ഫിലിം കാണാൻ വേണ്ടി കയറുമ്പോൾ അവർക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഡാനിക്ക് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഒരു കോമഡിയൻ ആയിട്ടുള്ള ഒരു ആക്ടറാണ് കേട്ടോ. നമ്മളിപ്പോൾ ചാർലി ചാപ്ലിൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ആക്ടറായിരിക്കണം. അപ്പോൾ അവരുടെ ആ ഒരു ഫിലിം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്കത് കാണുമ്പോൾ ഒരുപാട് കോമഡിയൊക്കെ ആയിട്ട് തോന്നാറുണ്ട്. പക്ഷേ അവരുടെ ഹസ്ബൻഡ് ഉള്ള സമയത്ത് അവർക്കിതൊന്നും കാണാനായിട്ട് സാധിക്കാറില്ല. അങ്ങനെ ഈ ഒരു ഫിലിമാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവർ ആ സിനിമ കാണാൻ വേണ്ടി കയറുന്ന സമയത്ത് ഇവരെ പോലെ തന്നെ ആ ഫിലിം വളരെയധികം ആസ്വദിച്ച് കാണുന്ന ഒരാളെ ഇവർക്ക് ഫ്രണ്ടായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു സ്റ്റോറിയാണ് വരുന്നത്. അങ്ങനെ അവരവിടുന്ന് ഫ്രണ്ട്സ് ആവുന്നു. പക്ഷേ അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടണം എന്നൊന്നുമില്ല. അവരുടെ ഐഡൻറ്റിറ്റീസ് ഓപ്പൺ അപ്പ് ചെയ്യണം. ഞാൻ ആരാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവരാരാണെന്ന് എനിക്കറിയണം, അങ്ങനെയൊന്നുമില്ല. ഇവർ തമ്മിൽ ആ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ മറ്റ് പല കാര്യങ്ങളും വെതറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, കാലാവസ്ഥയെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, പിന്നെ കടലിനെ കുറിച്ചിട്ടൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, അവർ തമ്മിൽ വലിയ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അവർ അന്ന് കണ്ടിട്ടുള്ളൂ ഒരു നിമിഷ നേരത്തേക്കുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അല്ലേ. അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് പോലും അവർ തമ്മിൽ എന്താണ് വളരെ ഇൻറ്റിമസി ഉള്ള പോലെ, എന്തോ ഒരു കാര്യത്തിൽ അവർക്ക് വളരെ ഇൻറ്റിമസി ഉള്ള പോലെ ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു കഥയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ഇവർ വേർപിരിയുന്ന സമയത്ത് ഇവർ രാത്രി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു സ്ത്രീ ഈ ടാക്സിക്കുള്ള ക്യാഷ് കൊടുക്കുന്ന സമയത്ത് അയാൾ പറയുവാണ്, ക്യാഷ് കൊടുക്കണ്ട, ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു നിങ്ങൾ തന്നത് എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു പച്ച പൊട്ടാണ് അതിന് കാരണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു പച്ച പൊട്ട് ധരിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഹരി ബിന്ദി എന്ന് പറയുന്ന ഒരു കഥ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ
അവർക്കിഷ്ടമുള്ള പോലെ അവരുടേതായിട്ടുള്ള ആ ഒരു യുണീക്കായിട്ട് അവർ നടക്കുന്ന സമയത്ത് അവരെന്തായി മാറുന്നു, മറ്റുള്ളവർക്ക് എത്രയോ സന്തോഷം നൽകാൻ കഴിയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള ഒരു സംഭവമായി മാറുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. സെക്കൻഡ് ചാപ്റ്റർ ഓം പ്രകാശ് വാൽമീകി എഴുതിയിട്ടുള്ള ശവയാത്രയാണ്. ഓം പ്രകാശ് വാൽമീകിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജൂൺ 30, 1950 ജനിച്ചിട്ടുള്ളത്. അപ്നെ ലേഖൻ മേം ജാതി അപമാൻ ഔർ ഉത്പീഡൻ സ്പഷ്ട കിയാ ഹേ. തങ്ങളുടെ എഴുത്തുകളിൽ ജാതി വിവേചനത്തെക്കുറിച്ചും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും എഴുതാറുണ്ട്. പ്രമുഖ രചനയും നോക്കാം, 3 പഠിച്ചു വെക്കുക. സമാൽ, ദോ ചെഹ്രെ, ജൂട്ടൻ. ജൂട്ടൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. നെക്സ്റ്റ്, അദ്ദേഹം മരിച്ചിട്ടുള്ളത് November 17, 2013. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് പാഠഭാഗത്തിൽ എന്താ പറയുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിനടുത്ത് പറയുന്നത് ജാതി വിവേചനത്തെക്കുറിച്ചിട്ടാണ്. ജാതി വിവേചനം എന്ന് പറയുന്നത് വലിയ ജാതി ചെറിയ ജാതി എന്നുള്ള ഒരു വിവേചനം തന്നെയാണ്. പക്ഷേ അത് എവിടെയാണ് വരുന്നത്? നമ്മുടെ ചമാരന്മാർക്കിടയിലും ബൽഹാരന്മാർക്കിടയിലുമാണ് വരുന്നത്. ചമാർ എന്ന് പറയുന്നത് തന്നെ ഒരു താഴ്ന്ന ജാതിയാണ്, അതിലും താഴ്ന്ന ഒരു ജാതിയാണ് ബൽഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചമാറുകൾക്കിടയിൽ ഒരു ബൽഹാർ ഫാമിലി ഉണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു കഥയിൽ സുർജ എന്ന് പറയുന്ന ഒരാളുടെ ഫാമിലി. ഓക്കെ, അപ്പോൾ സുർജ എന്നുള്ള ആളുടെ ഫാമിലി ബൽഹാർ ഫാമിലിയാണ്. അപ്പോൾ അവർ താമസിക്കുന്നത് ചമാരന്മാരുടെ ഒരു ഇടയിലാണ്. ഒരു വെള്ളക്കെട്ടിന് അപ്പുറത്ത് ഒറ്റപ്പെട്ടിട്ടാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഡിസ്പാരിറ്റീസ് അവരനുഭവിക്കേണ്ടി വരുന്നുണ്ട്. നമ്മുടെ ഈ സുർജയ്ക്കാണെന്നുണ്ടെങ്കിൽ 2 മക്കളാണുള്ളത്. സന്തോ, അവരുടെ കല്യാണം കഴിഞ്ഞു, അവർ വിധവയായിട്ട് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഇപ്പോൾ. പിന്നെ കല്ലു അഥവാ കല്ലൻ എന്ന് പറയുന്ന ഒരു മകനും കൂടിയുണ്ട്. അപ്പോൾ ഇവരുടെ പേര് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ കല്ലൻ എന്ന് പറയുന്ന കുട്ടി കേട്ടോ. അങ്ങനെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 10 വയസ്സാകുമ്പോൾ തന്നെ ഈ കല്ലൻ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് നാട് വിട്ടു പോവുകയാണ് ചെയ്തത്. അങ്ങനെ പോയിട്ട് അവന് വേറെ സ്ഥലത്ത് പോയി അവിടെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ, റെയിൽവേയിൽ നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. എന്നിട്ട് അച്ഛനോട് പറയുകയാണ്, അച്ഛൻ നമുക്കിനി ഈ നാട് വേണ്ട, നമുക്ക് പട്ടണത്തിലേക്ക് പോവാം, പട്ടണത്തിൽ നല്ല രീതിക്ക് താമസിക്കാമെന്ന് പറയുന്ന സമയത്ത് അച്ഛൻ അതിനൊന്നും കൂട്ടാക്കുന്നില്ല. അച്ഛൻ പറയുകയാണ്, ഇത് നമ്മുടെ നാടാണ്, ഇവിടെ തന്നെ താമസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീട് തന്നെ, അവരിപ്പോൾ താമസിക്കുന്ന വീട് തന്നെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഈ ഒരു കല്ലൻ തൻ്റെ ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ട് വരികയാണ്. അവരുടെ ഭാര്യയുടെ പേരാണ് സരോജ് എന്നുള്ളത്. അവരുടെ ഒരു മകളുണ്ട്, അതാണ് സലോനി എന്ന് പറയുന്ന ഒരു കുട്ടി കേട്ടോ. അങ്ങനെ ഈ കുട്ടി വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഈ വീട് പണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനുമതിയൊന്നും ഈ നാട്ടുകാർ കൊടുക്കുന്നില്ല, ഈ ബൽഹാരന്മാരെ കൊടുക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചമാരന്മാർ കൊടുക്കുന്നില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്, ഇവർക്കുള്ള ഇവരിട്ട് എന്താ പറയുക, ഒരു കോപ്പറേഷനും ഇല്ലാതെ, ഒരു സഹകരണവും ഇല്ലാണ്ടാണ് മേസ്ത്രിമാരൊന്നും ഇവരുടെ വീട് പണിക്ക് വേണ്ടിയിട്ട് യാതൊരു സഹായവും ചെയ്തു കൊടുക്കാതെ അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് പനി കൂടുന്നുണ്ടായിരുന്നു. നമ്മുടെ സലോനി എന്ന് പറയുന്ന ആ ഒരു കുട്ടിക്ക് പനി കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടീനെ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുവന്ന സമയത്ത്, ഈ ഗ്രാമത്തിലുള്ള ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുവന്ന സമയത്ത് അയാളും ജാതിയുടെ പേരും പറഞ്ഞിട്ട് ഈ കുട്ടീനെ പരിശോധിക്കില്ല, ഈ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കില്ല എന്ന് പറയുകയാണ്. എന്തൊക്കെ ഒരു മരുന്നുകൾ കൊടുത്തുകൊണ്ട് വേഗം പോകാനൊക്കെ പറയുവാണ്. അങ്ങനെ അവസാനം ഈ കുട്ടിക്ക് തീരെ വയ്യാണ്ടാവുകയാണെന്ന് കാണുമ്പോൾ ഇവർ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ പോകാനും വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും വണ്ടിയൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഈ കുട്ടിയെയും ഏറ്റിക്കൊണ്ട് ഇവർ പോവുകയാണ്. ഈ അമ്മയും അച്ഛനും കൂടി, കല്ലനും സരോജയും കൂടി പോവുകയാണ്. ഓക്കെ, അങ്ങനെ പോകുന്ന വഴിയിൽ ആശുപത്രി എത്തിയിട്ടില്ല. പക്ഷേ എത്താനായ സമയത്ത് നമ്മുടെ ഈ ഒരു കുട്ടി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു മൃതദേഹവും വെച്ചിട്ട് അവർ ഒരുപാട് നേരം ആ റോഡിലിരുന്ന് കരയുന്നൊക്കെ ഉണ്ട്. ബട്ട് ആരും തന്നെ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല, നിർത്തിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ബൽഹാരന്മാരാണെന്ന് കാണുന്ന സമയത്ത് വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഒരു പ്രശ്നമാണ് അവിടെ കാണുന്നത്. ഇനി തിരിച്ച് ഗ്രാമത്തിലേക്ക് ഈ കുട്ടീനെ ദഹിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആരും തന്നെ വരുന്നില്ല. ഈ ശവയാത്രയിൽ ആരും തന്നെ പങ്കെടുത്തില്ല. ആരൊക്കെ ഒഴികെ, ഈ ഒരു വീട്ടിലുള്ള ആളുകൾ ഒഴികെ വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണ ഈ ഒരു ശവയാത്രയിലൊന്നും സ്ത്രീകൾ പങ്കെടുക്കില്ല അല്ലേ. പക്ഷേ ഇതിനകത്ത് എന്താണ്, നമ്മുടെ സരോജും അതുപോലെ സന്തോയും ഉണ്ടായി എന്നാണ് പറയുന്നത്. പിന്നെ ദഹിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ വിറകൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ചാണകം ഉണക്കിയതൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു സംഭവം വെച്ചിട്ടായിരുന്നു നമ്മുടെ ഈ കുട്ടീനെ ദഹിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു
നമ്മുടെ ഈ എഴുത്തുകാരൻ പറയുവാണ്, ഓം പ്രകാശ് വാൽമീകി പറയുവാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രഭാഷണങ്ങളുണ്ടല്ലോ, അതായത് ഇങ്ങനെ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ സ്ഥലത്ത്, ദളിതന്മാർക്ക് എല്ലാവരും ഈക്വലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ അതിനൊന്നും യാതൊരു വാല്യൂ ഇല്ല. അവരുടെ ആ ഒരു ആന്തരിക മനസ്സിൽ, ആ ഒരു ഉള്ളിൽ അവർക്ക് ഒരു ഡിസ്പാരിറ്റി ഇല്ലാതാവുന്നത് വരെ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കൊണ്ടൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് ഇതിനകത്തൂടെ നമ്മുടെ ഈ ഒരു എഴുത്തുകാരൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹസാരി പ്രസാദ് ദ്വിവേദി എഴുതിയിട്ടുള്ള നാഖുൻ ക്യോം ബഡ്തേ ഹേ എന്നുള്ള ഒരു ലേഖനമാണ്. നഖം എന്തിനാണ് വളരുന്നത്. ഓക്കെ, ഹസാരി പ്രസാദ് ദ്വിവേദിജി ജനിച്ചിട്ടുള്ളത് ആഗസ്റ്റ് 19, 1907 ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 1957 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖ്യമായ രചനകളാണ് സൂർ സാഹിത്ത്, കബീർ, അശോക് കെ ഫൂൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിൻ്റെ മരണം 1979 മെയ് 19 ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളാണെന്നുണ്ടെങ്കിൽ അതിൽ മാനവികതയെക്കുറിച്ചിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നാഖുൻ ക്യോം ബഡ്തേ ഹേ, എന്തിനാണ് നമ്മുടെ നഖം വളരണേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മുടെ ഹസാരി പ്രസാദ് ദ്വിവേദി പറയുവാണ്, നഖം വളരുക എന്നുള്ളത് മനുഷ്യൻ്റെ ആദിമമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പണ്ട് മനുഷ്യൻ കാടുകളിലൊക്കെ താമസിച്ചിരുന്ന സമയത്ത് ഒറാങ്കുട്ടാൻ പോലെയുള്ള മറ്റുള്ള ജീവികളുമായിട്ട് കൂടി താമസിക്കുന്ന സമയത്ത് അവരുടെ സ്വയം രക്ഷയ്ക്കുണ്ടായിരുന്ന സാധനങ്ങളാണ് ഈ പല്ല്, നഖം എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള ഒരു മൃഗീയതയാണ് കാണിക്കുന്നത്. മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള മൃഗീയതയുടെ അടയാളമാണ് നഖം വളരുക എന്നുള്ളത്. അപ്പം നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യാം, നഖം വെട്ടാത്ത ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ നഖം കടിക്കുന്ന ഒരാളെ കാണുമ്പോഴൊക്കെ നമ്മൾ കളിയാക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ പ്രകൃതിക്ക് അറിയില്ലല്ലോ നമ്മുടെ നഖം ഇപ്പോഴും നമുക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം പ്രകൃതിക്ക് അറിയില്ലല്ലോ. പണ്ട് പ്രകൃതിയിൽ എന്തായിരുന്നു, നമുക്കിതൊക്കെ നമ്മുടെ ഭക്ഷണം ഗ്യാദർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നഖം ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രകൃതിക്ക് അറിയില്ലല്ലോ നമുക്കിതൊന്നും ആവശ്യമില്ല എന്നുള്ള കാര്യം എന്നാണ് നമ്മുടെ ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നത്. നെക്സ്റ്റ് പറയുവാണ്, പണ്ടൊക്കെ മനുഷ്യന്മാർക്ക് ആകെയുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് നഖവും പല്ലും ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷേ പിന്നീട് അവരെന്ത് ചെയ്തു, എല്ലുകളിൽ നിന്നൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം പിന്നെ ഇരുമ്പ് യുഗം വന്നു. അതിനുശേഷം ഇപ്പോൾ ബോംബ് വരെ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറയുവാണ്, ദൈവങ്ങളുടെ അടുത്ത് പോലും ഇങ്ങനത്തെ ഒന്നും ആയുധങ്ങൾ ഉണ്ടായിരിക്കില്ല. ഈ ഇരുമ്പിൻ്റെയും ബോംബിൻ്റെയും ഒന്നും ആയുധങ്ങൾ ദൈവങ്ങളുടെ അടുത്ത് പോലും ഇല്ല, അത് മനുഷ്യരുടെ അടുത്ത് ഉണ്ട് എന്ന് പറയുകയാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരിപ്പോഴും മൃഗങ്ങളെപ്പോലെ തന്നെയാണ്. അവർക്കകത്ത് ഇപ്പോഴും മൃഗീയത നിറഞ്ഞിരിക്കുകയാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരുടെ നഖങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മൃഗീയതയുള്ളത് കൊണ്ടാണ് മനുഷ്യരുടെ ഉള്ളിൽ ഉള്ളിൽ ഈ ഒരു മൃഗീയതയുള്ളത് കൊണ്ടാണ് അവരുടെ നഖങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനം ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് അവസാനിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്, ഒരു ദിവസം വരും മനുഷ്യരുടെ മൃഗീയതയെല്ലാം നിൽക്കുകയും നഖങ്ങളെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹസാരി പ്രസാദ് ദ്വിവേദി ഈ ഒരു ലേഖനം നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതിനകത്ത് അങ്ങനെ ഡയറക്റ്റായിട്ട് ഒരു ലൈൻ എടുത്തിട്ടൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല. ഇതിനകത്ത് നിന്ന് എന്താ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ ഈ ഒരു മൃഗീയതയെ കുറിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും എന്തെങ്കിലും ഒരു പാരഗ്രാഫ് എഴുതാനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അധികം ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 4th ചാപ്റ്ററാണ്, സോന ഹിർനി. അത് എഴുതിയിട്ടുള്ളത് മഹാദേവി വർമ്മയാണ്. അവരുടെ ജന്മം 1907 മാർച്ച് 26 അവർ ഒരു രഹസ്യവാദ ഛായാവാദ എഴുത്തുകാരിയാണ് കേട്ടോ. ഇനി അവർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി അവരുടെ പ്രമുഖ രചനകൾ നോക്കാം. നിഹാർ, രശ്മി, സ്മൃതി കെ രേഖായൻ, ഇതൊക്കെ അവരുടെ പ്രമുഖമായിട്ടുള്ള രചനകളാണ്. ഇത്രയും കാര്യങ്ങൾ അവരെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി അവരുടെ മരണം, മൃത്യു എന്ന് പറയുന്നത് സെപ്റ്റംബർ 11, 1987 കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവരെക്കുറിച്ചിട്ട് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കാം, നമ്മുടെ സോന ഹിർനി എന്നുള്ള ആ ഒരു പാഠഭാഗം നോക്കാം.
ഈ എഴുത്തുകാരിക്ക് ഒരു കത്ത് വരികയാണ്, എനിക്കൊരു മാനിനെ കിട്ടിയിട്ടുണ്ട്, ഇതിനൊന്ന് നിങ്ങൾ നോക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കത്ത് വരികയാണ്. അപ്പോൾ ഈ എഴുത്തുകാരി പറയുകയാണ്, ഞാൻ ഒരുപാട് കാലം മുന്നേ തന്നെ ഞാൻ ഈ ഒരു മാനുകളെ നോക്കൂല, ഇനി ഒരിക്കലും നോക്കൂല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു എഴുത്തുകാരി എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു മഹാദേവി വർമ്മ എന്ന് പറയുന്നത് ഈ ഒരു മാനുകളെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, മാനുകളെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ അടുത്ത് ഇങ്ങനത്തെയൊക്കെ ലെറ്റേഴ്സ് വരുന്നത് കേട്ടോ, ഇങ്ങനെ നോക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇവരങ്ങനെ ആ ഒരു തീരുമാനം എടുക്കാനുണ്ടായിട്ടുണ്ടായിരുന്ന, ഇനി ഒരിക്കലും മാനുകളെ നോക്കില്ല എന്ന് പറയാനുണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു കാരണമാണ് പറയുന്നത്. ഇവർക്ക് ഒരു മാൻകുട്ടിയെ കിട്ടുകയാണ്, പണ്ട് ഒരു മാൻകുട്ടിയെ കിട്ടുകയാണ്. ആ മാനിൻ്റെ പേരാണ് സോന എന്നുള്ളത് കേട്ടോ, സ്വർണ്ണ നിറമായിരുന്നു. അപ്പോൾ ഈ ഒരു മാൻകുട്ടി ഭയങ്കര ക്യൂട്ടായിരുന്നു. ഒരു കുഞ്ഞു കുട്ടിയാകുമ്പോൾ തന്നെ ഇവരുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വേട്ടക്കാരൻ ഈ കുട്ടിയുടെ അമ്മേനെ കൊന്നു, ഈ മാൻകുട്ടിയുടെ അമ്മേനെ കൊന്നു. അങ്ങനെ ഈ ഒരു കുട്ടീനോട് ഒരു പാവം തോന്നിയിട്ടായിരിക്കണം ഈ ഒരു കുട്ടീനെ എടുത്തു കൊണ്ടുവന്നു. അങ്ങനെ 2-3 ദിവസം ഈ വേട്ടക്കാരൻ്റെ കുട്ടികൾ ഈ മാൻകുട്ടീനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് ഈ ഒരു എഴുത്തുകാരിയുടെ അടുത്തേക്ക് തന്നെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ ഇതിനെ വളരെയധികം സ്നേഹം കൊടുത്തിട്ട് കെയർ ചെയ്തിട്ട് തന്നെ വളർത്തുകയുണ്ടായിരുന്നു. ഇവർക്ക് വേറെ ഒരുപാട് ആനിമൽസ് ഇവർക്ക് പെറ്റ് ആയിട്ടുണ്ടായിരുന്നു, പൂച്ചയും അതുപോലെ പട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കൂടെ വളരെ രസകരമായിട്ടായിരുന്നു ഇവർ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ വീടിനടുത്തൊരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാൻ അവിടെയൊക്കെ പോയിട്ട് അവിടെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് കളിക്കും. അവരാണെന്നുണ്ടെങ്കിൽ ഈ മാനിന് പൊട്ട് തൊട്ട് കൊടുക്കുക, ബിസ്ക്കറ്റ് കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ ഭക്ഷണം കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഒരു എഴുത്തുകാരിനെയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു മഹാദേവി വർമ്മേനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാൻകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവരെ കാണുമ്പോഴേക്കും ഇവരുടെ തലയ്ക്ക് മുകളിലൂടെ ചാടാനൊക്കെ ഇവർ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഇതിൽ പറയുന്ന ഒരു നായ്ക്കുട്ടിയുണ്ട്, ആ നായ്ക്കുട്ടിയുള്ള ഒരു നായുണ്ട്. അതിന് കുട്ടികളുണ്ടാകുന്ന സമയത്ത് ഈ മാന് തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഈ ഒരു നായികയ്ക്ക്, അതായത് നമ്മുടെ ഒരു മഹാദേവി വർമ്മയ്ക്ക് പെട്ടെന്ന് ബദ്രിനാഥിലേക്ക് പോകേണ്ടി വരികയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഡോഗിനെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ, നമ്മുടെ ഈ ഒരു ഇതിനെ കൊണ്ടുപോകുന്നില്ല, ഈ മാൻകുട്ടീനെ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ ഈ മാൻകുട്ടീനെ ഇവിടെ കെട്ടിയിടുകയാണ്. അങ്ങനെ ഇവർ പോകുന്ന സമയത്ത് ഈ മാൻകുട്ടിക്ക് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസും, പിന്നെ ഈ ഒരു മാൻകുട്ടി ഇപ്പോൾ വലുതായിട്ടുണ്ടല്ലോ, കുട്ടിയൊന്നുമല്ല വലുതായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇവിടെ വിട്ട് പോകണം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മാൻകുട്ടിക്ക് എപ്പോഴും ഇങ്ങനെ പുറത്ത് പോകണം. അങ്ങനെ പുറത്ത് പോകുമ്പോൾ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരുടെ വീട്ടിൽ ഇവരൊക്കെ നോക്കുന്ന ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു. ആ സെർവൻ്റ് എന്ത് ചെയ്തു, ഈ മാൻകുട്ടീനെ കെട്ടിയിട്ടു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ മാൻകുട്ടി പെട്ടെന്ന് കുതിച്ച് ചാടിയപ്പോഴെങ്ങാനോ ആ കയറ് അതിനെ കെട്ടിയിട്ട ആ കയറ് അതിൻ്റെ തന്നെ കഴുത്തിൽ കുഴുങ്ങിയിട്ട് അത് മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മഹാദേവി വർമ്മ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ മാൻകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ആയിട്ട് കൊണ്ടു. അപ്പോൾ അത് കാരണം തന്നെ അവർ അന്ന് തീരുമാനിച്ചതായിരുന്നു, ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ മാനിനെ വളർത്തില്ല എന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത്, ഇങ്ങനെ ഒരു ലെറ്റർ വന്ന സമയത്ത് പണ്ട് കഴിഞ്ഞു പോയ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൂടെ ഈ ഒരു മാൻകുട്ടിയുടെ ജീവിതത്തിലൂടെ മനുഷ്യനെ കൂടി ചിത്രീകരിക്കാനാണ്, മനുഷ്യൻ്റെ ഓരോ ഭാവങ്ങളെയൊക്കെ ചിത്രീകരിക്കാനാണ് നമ്മുടെ ഈ ഒരു എഴുത്തുകാരി ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സദാചാർ കാ താബീസ് എന്ന് പറയുന്ന ഒരു കഥയാണ്. അത് എഴുതിയിട്ടുള്ളത് ഹരിശങ്കർ പെർസായി ആണ്. അപ്പോൾ ഹരിശങ്കർ പെർസായിയെ കുറിച്ചിട്ട് ആദ്യം നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ജനനം 1922 ഓഗസ്റ്റ് 22 ഹിന്ദി സാഹിത്യമേം വ്യഞ്ജവിധയ്ക്ക് ഏക്ക് നയി പഹ്ചാൻ ദി. ഹിന്ദി സാഹിത്യത്തിൽ വ്യഞ്ജവിധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കളിയാക്കിക്കൊണ്ടുള്ള സാഹിത്യം ഉണ്ടാവുമല്ലോ, അതായത് ഇങ്ങനെ തമാശ രൂപേണ എന്തിനെങ്കിലും കളിയാക്കുന്ന. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാഹിത്യത്തിൽ ഒരു പുതിയ മുഖം നൽകിയ ആളാണ് നമ്മുടെ ഹരിശങ്കർ പെർസായി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖ്യ രചനകൾ ദോ നാക്ക് വാലെ ലോഗ്, വികലാംഗ്, സ്വർഗ് സെ നരക് ജഹാൻ തക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിൻ്റെ മരണം 1995 ഓഗസ്റ്റ് 10 ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ചാപ്റ്ററിനകത്തേക്ക് നോക്കാം.
അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത് ഒരു രാജ്യത്തിലെങ്ങും അഴിമതി പരക്കുവാണ്, എല്ലായിടത്തും എന്താണ് അഴിമതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാജാവിൻ്റെ അടുത്ത് എല്ലാവരും വന്ന് പറയുകയാണ്, രാജാവേ ഇവിടെ എല്ലായിടത്തും അഴിമതിയാണ്, എല്ലായിടത്തും ഈ ഒരു അഴിമതി കാരണം പ്രശ്നങ്ങളാണെന്ന് വന്ന് പറയുന്ന സമയത്ത് രാജാവ് ഉത്തരവിടുകയാണ് എന്ത് അഴിമതിനെ പിടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് എല്ലാവരും പോകുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാവരും പറയുകയാണ് അഴിമതിനെ പിടിക്കാൻ പോയവരെയും അഴിമതി പിടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ഷേപഹാസ്യമാണ്. അതായത് എന്താണ്, എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പം അതിൽ തന്നെ പറയുന്നുണ്ട്, രാജാവിരിക്കുന്ന ആ ഒരു സിംഹാസനത്തെ പോലും അഴിമതിയുണ്ട്, രാജാവ് കൊടുത്ത സ്വർണത്തിൽ ഒരുപാട് പറ്റിച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു സിംഹാസനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന സമയത്ത് ഇങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് അഴിമതി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവസാനം എന്ത് ചെയ്യാണ്, ഒരു സന്യാസി ഉണ്ട്, അയാൾ സദാചാർ കാ താബീസ് ഉണ്ടാക്കും, ഈ ഒരു ചരട് ഉണ്ടാക്കും, സദാചാരം വരുത്താനുള്ള ഒരു ചരട് ഉണ്ടാക്കും. അത് കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിമതി തടയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് ഈ ഒരു സന്യാസീനെ വിളിക്കുകയും എല്ലാവർക്കും വലിയൊരു ഫാക്ടറി തന്നെ ഉണ്ടാക്കിയിട്ട്, അതും എന്താണ് അഴിമതിയാണ് അല്ലേ. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു സദാചാർ കാ താബീസ് ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ രാജാവ് എന്ത് ചെയ്യുന്നു, ഓഫീസിൽ പോയിട്ട് ജസ്റ്റ് വേഷമൊക്കെ മാറിയിട്ട് ഒരു ഓഫീസിൽ പോയിട്ട് ഒരാളെ പരീക്ഷിക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു, എന്താ നിങ്ങൾ ഈ പറയുന്നത്, 1-ാം തീയതിയാണ് കേട്ടോ, ഒരു മാസം 1-ാം തീയതിയാണ് പോകുന്നത്, അതായത് ശമ്പളം കിട്ടുന്ന ദിവസമാണ് പോകുന്നത്, ശമ്പളം കിട്ടിയ ദിവസമാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു, അഴിമതിയൊന്നും ചെയ്യാനായിട്ട് സമ്മതിക്കുന്നേ ഇല്ല, അത്രയും നീറ്റായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രാജാവിന് വളരെയധികം സന്തോഷമാവുകയാണ്. അങ്ങനെ ലാസ്റ്റ് മാസാവസാനം നമ്മുടെ രാജാവ് ഇതുപോലെ ചെല്ലുന്ന സമയത്ത് ഇയാൾക്ക് അഴിമതി കള്ളപ്പണം കൊടുക്കുന്ന സമയത്ത് അയാളത് മേടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാജാവ് കോളറിൽ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ഇന്ന് ഈ ഒരു സദാചാർ കാ താബീസ് ധരിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാൾ എടുത്തിട്ട് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഞാനിത് ധരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഈ അഴിമതി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവേണ്ടതാണ്, അല്ലാണ്ട് അതിങ്ങനെ ഒരു ചരട് കൊണ്ടൊന്നും മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് നമുക്കറിയാം എല്ലാത്തിലും അഴിമതിയുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോഴും. ഇത് എഴുതിയിരുന്ന ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ, ഇത് എഴുതിയിട്ടുള്ളത് 1900 ആ ഒരു കാലഘട്ടത്തിലാണ്, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ തന്നെ അഴിമതി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്ന ഒന്നാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നോ അത്രത്തോളം അഴിമതി കൂടി വരിക എന്നല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ആ ഒരു കാര്യത്തെയാണ് നമ്മുടെ ഈ ഹരിശങ്കർ പ്രസാദ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രത്യേകിച്ച് പഠിച്ചു വെക്കേണ്ട ഒരു വേർഡ് തന്നെയാണ് അഴിമതിയുടെ ഹിന്ദി എന്താണെന്നുള്ളത്. ഭ്രഷ്ടാചാർ എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ അഴിമതിയുടെ ഒരു ഹിന്ദി വേർഡ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക, ഭ്രഷ്ടാചാർ. അതുപോലെ തന്നെ സദാചാർ കാ താബീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ ഒരു ചരടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുകൂടെ പറഞ്ഞ് കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്നോട് ചോദിക്കാവുന്നതാണ്, കമൻസിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്കിതിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ എഴുതിയ നോട്ട്സ് അല്ല, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ നോട്ട്സാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുക. So thank you.